എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുകയാണ്. അതിന് എല്ലാവരും എത്തിച്ചേർന്നതിൽ ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, രതീഷ് സംവിധായകനാകുന്നു എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഒരാൾ സംവിധാനത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. കോക്ടെയിൽ എന്ന് പറയുന്ന സിനിമയിൽ തുടങ്ങിയ സൗഹൃദമാണ്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തു. ബ്യൂട്ടിഫുൾ ആണെങ്കിലും തൃശ്ശൂർ പൂരം എഴുതിയിട്ടുള്ളത് രതീഷാണ്. എൻ്റെ മ്യൂസിക് ഡയറക്ടർ അവൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മ്യൂസിക് ഡയറക്ടർ ആദ്യമായിട്ടായിരിക്കും ഡയറക്ടർ ആവുന്നതല്ലേ. അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്തിരുന്നു, പക്ഷേ ഇതിലേക്കാണ് നമ്മൾ വന്ന് ലാൻഡ് ചെയ്തത്. പക്ഷേ ഇതൊരു കുറച്ച് വലിയ സിനിമ ആയതുകൊണ്ട് ഇത് ആരെ കൊണ്ട് ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമയുടെ ക്യാപ്റ്റനെ തന്നെ നമ്മൾ വിളിച്ച് ജോളി ചായൻ സ്ക്രിപ്റ്റ് കേട്ടു. അപ്പം തന്നെ നമ്മളിത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ജോളി ചായൻ അങ്ങനെയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ സിനിമ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ സിനിമയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന സജഷൻസ് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിം തന്നെ ആയി മാറട്ടെ. വി ഹാവ് ഋതിക ഹിയർ, അമേര ഹിയർ, പിന്നെ ഇതുപോലെ തന്നെ പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ നമുക്ക് കിട്ടിയിരിക്കണം. അതൊരു ഗംഭീര സിനിമയായി തന്നെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നല്ല നിമിഷം സമ്മാനിച്ച ജഗദീശനോട് ഈ സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു.